ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഷി വിൽ ഹാവ് ഗോൺ. ഷി വിൽ ഹാവ് ഗോൺ. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇവിടെ ഷി വിൽ ഹാവ് ഗോൺ. ഷി വിൽ ഹാവ് ഗോൺ. ഇപ്പം ഞാൻ പറയുമ്പോൾ വെൻ യു റീച്ച് ദെയർ. ഷി വിൽ ഹാവ് ഗോൺ വെൻ യു റീച്ച് ദെയർ അല്ലേ? നീ അവിടെ എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ നിങ്ങളവിടെ എത്തുമ്പോഴേക്കും അവൾ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവൾ പോയിട്ടുണ്ടാവണം. ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും അവൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവണം. സോ അങ്ങനെ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് യൂസ് ചെയ്യണം. അതിൻ്റെ സ്ട്രക്ചർ നോക്കിക്കോളാം. വിൽ ഹാവ് പ്ലസ് V3 ഉണ്ടാവും. യെസ്. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ആണ് അല്ലേ? ഫ്യൂച്ചർ പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ആണ്. സോ നോക്കിക്കോളൂ, ഫ്യൂച്ചർ എന്ന് പറയുമ്പം വിൽ ഉണ്ടാവും. പെർഫെക്റ്റ് നമ്മൾ പറഞ്ഞു ഹാവ് അല്ലെങ്കിൽ ഹാസ് ആണ്. വില്ലുള്ളത് കൊണ്ട് മോഡൽ വെർബ്